Hello everyone, welcome back. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ടോസ്റ്റ് ആണ്. കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. നല്ല ഈസിയാണ്. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കാൻ ഒരു ബൗളിലേക്ക് നീളത്തിൽ അരിഞ്ഞ ഒരു പകുതി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത്, അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, ഒരു കാൽ ഭാഗം സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് തന്നെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സ് റെഡിയാക്കാനായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് കൂടി നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത പെപ്പറും ഒന്ന് ചതച്ചെടുത്ത കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ടയുടെ മിക്സ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പിടരുത്, വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിയ സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പാനിൽ വെച്ചിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. 2 ഭാഗത്തും അത്യാവശ്യം ബട്ടർ തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല പുറത്ത് ഉള്ള ബ്രെഡ് നല്ല ക്രഞ്ചി ആയിരിക്കും, അതുപോലെ അകത്ത് ഇതിൻ്റെ ഫില്ലിങ് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. നന്നായി ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്തതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച എഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ആ ഒരു വെജിറ്റബിൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ. അതുപോലെ ഞാനിതൊരു ചതുരാകൃതിയിലേക്ക് ആക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് നമുക്ക് 2 പീസായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നടുഭാഗം ഒന്ന് മുറിച്ചിട്ടാണ് ഇതൊന്നും മറിച്ചിടാൻ എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് നടുഭാഗം മുറിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്പാറ്റില തന്നെ യൂസ് ചെയ്ത് നടുഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പീസും പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് അപ്പുറം ഇപ്പുറം വേവിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളെടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ച് ഇത് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുതായിട്ട് ഇത് മുറിച്ചെടുക്കുന്നത്. കുറച്ച് വലിയ ബ്രെഡാണ്. സാധാരണ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4 എണ്ണാക്കി നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ബ്രെഡിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൊറിയൻ സ്റ്റൈൽ സ്ട്രീറ്റ് ഫുഡുകളിലൊക്കെ ഈ പഞ്ചസാര ഇതുപോലെ ചേർക്കും കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എഗ്ഗിൻ്റെ പാറ്റി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു ബ്രെഡിൻ്റെ അളവിൽ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് അല്ലാത്ത ചീസാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ മയണൈസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രം മതി കേട്ടോ. ഒരുപാട് കെച്ചപ്പും ഒരുപാട് മയണൈസും ആവശ്യമില്ല. ആ ഒരു ചീസും മയണൈസും ആ ഒരു എഗ്ഗിൻ്റെ മിക്സ്ചറും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇതൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള എഗ്ഗിൻ്റെ ആ ഒരു പാറ്റിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി അതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് റെഡിയാക്കാം. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ നല്ല സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് നല്ല ഹെവിയാണ്, നന്നായിട്ട് ഫില്ലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി ഞാനൊരു കൊറിയൻ വീഡിയോന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.